34 കുടുംബങ്ങളുണ്ട്. ഈ 34 കുടുംബങ്ങളുടെയും ദുരന്തം നിങ്ങൾ കണ്ടു നോക്കൂ. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെയുള്ളവർ അനുഭവിക്കുന്ന ഒരു ദുരന്തമാണിത്. സുഖമില്ലാതൊക്കെ കിടന്ന സമയത്ത് ഞങ്ങൾ കസേരയിലൊക്കെ ഇരുത്തിയാണ് ഞങ്ങൾ അങ്ങോട്ട് വല്യച്ഛനാടെ ഭാഗത്ത് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് നന്ദി ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇനി എങ്ങനെയാണ് ഈ വാർഡ് മെമ്പറോട് നന്ദി കാണിക്കേണ്ടത്? വോട്ടിന് വരുമ്പോൾ മാത്രം സാരിയും പൊക്കി കാലും പൊക്കി കയ്യും പൊക്കി ഇങ്ങോട്ട് വന്ന് വോട്ട് ചോദിക്കുക. അത് കഴിഞ്ഞ് ഒരു പരാതി പറയാൻ പോലും വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല, ഇങ്ങോട്ട് കയറത്തുമില്ല. റോഡിന്റെ അവസ്ഥ പറഞ്ഞ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ഒരൊറ്റ പോസ്റ്റ് ഇട്ടതിന്റെ പേര് പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുക മെമ്പർ ചെയ്തത്. പഞ്ചായത്ത് മെമ്പറോട് പരാതി പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, MLA പരാതി പറഞ്ഞു, MP പരാതി പറഞ്ഞു. ഇനി ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? ഇവിടെ ഒരു അണ്ണൻ ഉണ്ടായിരുന്നു. അണ്ണൻ ഇപ്പം മരിച്ചിട്ട് 1 വർഷം ആവുന്നു. ഈ അമ്മയുടെയും ഹസ്ബൻഡ് മരിച്ചിട്ട് 1 വർഷം ആവുന്നു. അവരെയൊക്കെ ഞങ്ങൾ കസേരയിലും പായിലൊക്കെ കെട്ടി ചുമന്നാണ് റോഡിൽ വരെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളൊക്കെ നടന്നു വരുന്ന വഴിയാണ്. വെള്ളം കുത്തൊഴിച്ച് വരുന്ന സമയത്ത് മണ്ണ് മൊത്തം ഒഴുകിപ്പോയി പാറ മാത്രമായപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വന്ന് മറിഞ്ഞ് തട്ടി വീണ് തലയൊക്കെ പൊട്ടി 10, 15, 16 സ്റ്റിച്ചൊക്കെ ഇട്ട് നടക്കുന്ന അവസ്ഥയാണുള്ളത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശൂരനാട് തെക്ക് കിടങ്ങയം കന്നിമേൽ 15-ാം വാർഡിലാണ്. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കഷ്ടതയുടെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നുള്ളത് അവർ തന്നെ പറയട്ടെ. ഇവിടെ കുറച്ച് അമ്മമാർ ഇവിടെ കൂടി നിൽപ്പുണ്ട്. അവരുടെ പരാതികളും വിഷമങ്ങളും പറയാനാണ് വന്നത്. എന്താണ് ശരിക്കും ഇവിടുത്തെ ഒരു വിഷയം? എന്താണ് നിങ്ങളുടെ വഴിയുടെയാണോ പ്രശ്നം? ഞങ്ങളുടെ വഴിയാണ് പ്രശ്നം. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെയുള്ളവർ അനുഭവിക്കുന്നൊരു ദുരന്തമാണിത്. ഈ റോഡ് SC/ST ഫണ്ട് ഉപയോഗിച്ച് ഈ 5 വർഷത്തെ ടീമിലാണ് ഇത് ഉൾപ്പെടുത്തി ചെയ്തത്. പക്ഷേ ഈ റോഡ് വന്ന സമയത്ത് പാറ വേസ്റ്റുകൾ കൊണ്ടിട്ടാണ്. സാധാരണ ഒരു റോഡിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് എനിക്കറിയില്ല. പക്ഷേ കോറി വേസ്റ്റ് കൊണ്ടിട്ടാണിത് നികത്തി ഇത് സ്ലാബ് ഇട്ട സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഓട ഇടാതെ ചെയ്താൽ നാളെ ഞങ്ങൾക്കിതിൽ വലിയ ദുരന്തം ഉണ്ടാവും. വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറത്തില്ല, പക്ഷേ ഓട ഇട്ടില്ലെന്നുണ്ടെങ്കിൽ വീടുകൾ മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോകും. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് ഇല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയാകുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം വെള്ളം വന്നപ്പോഴാണ് ഞങ്ങൾ ആ യഥാർത്ഥ ദുരന്തം അറിഞ്ഞത്. എല്ലാ വീടുകളിലും വെള്ളം കയറി. മഴയത്ത് ഒരു തുള്ളി മഴ പെയ്താൽ മതി, അപ്പോൾ വെള്ളമാകും. ഒഴുകി പോകാനുള്ള സ്ഥലമില്ല. അതാണ് ശരിക്കും വയലും പ്രദേശമായിരുന്നോ? വയലാണ്. അതായത് മുണ്ടകപ്പാടം വല്യച്ചനട റോഡെന്നാണ് ഇതിന് പറയുന്നത്. കോയിക്കലഴികത്ത് ബണ്ടെന്നാണ് ആദ്യ പേര് വന്നത്. പക്ഷേ പിന്നെ ഇപ്പോൾ വല്യച്ചനട റോഡെന്നും പറഞ്ഞാണ് പോയേക്കുന്നത്. SC ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. SC ഫണ്ട് ഉപയോഗിച്ചൊരു റോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഈ ശൂരനാട് തെക്ക് പഞ്ചായത്തിലെ ബാക്കിയുള്ള എല്ലാ റോഡുകളും പോയി നിങ്ങൾ നോക്കണം. അത് ഞാൻ പറയുന്നതുകൊണ്ട് അതിനകത്ത് എനിക്കിതൊന്നുമില്ല, കാരണം ഞാൻ പറയും. കാരണം ഈ പഞ്ചായത്തിൽ 15-ാം വാർഡിൽ ബാക്കി എല്ലാ ഭാഗത്തുമുള്ള റോഡുകൾ ഓരോ മെമ്പറുടെ ബന്ധുക്കളുടെയും അവരുടെ ശിങ്കിടികളുടെയും വീടുകളുടെ മുറ്റം വരെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ 15ഓളം വരുന്ന ഈ 15 കുടുംബങ്ങളുണ്ട്. ഇവിടെ 34 കുടുംബങ്ങളുണ്ട്. ഈ 34 കുടുംബങ്ങളുടെയും ദുരന്തം നിങ്ങൾ കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾ തന്നെ പറയും ഞങ്ങൾ പറയുന്നത് കള്ളമാണോ? റോഡായിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ആരുമില്ല, എല്ലാവരും സ്കൂളിൽ പോയേക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ നടന്നു വരുന്ന വഴിയാണ്. എങ്ങനെ ഞങ്ങളിത് ഇതിനകത്ത് ഉണ്ടെങ്കിലും അതേ ഉള്ളൂ. റോഡ് എന്ന് പറയുന്നിടത്ത് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. കാടാണ്. ഞങ്ങൾ എത്ര ഞങ്ങളിത് പറിച്ച് കളയുന്നത്. ഓരോ സമയം വരുമ്പം വെയിലാകുമ്പോൾ ഞങ്ങളിത് പറിക്കും. പക്ഷേ മഴയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, രോഗങ്ങളാണ്. അതുപോലെ റോഡ് പൊളിഞ്ഞ് കിടന്ന് നടന്നു വന്ന് വെള്ളം കുത്തൊഴിച്ച് വരുന്ന സമയത്ത് മണ്ണ് മൊത്തം ഒഴുകിപ്പോയി പാറ മാത്രമായപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വന്ന് മറിഞ്ഞ് തട്ടി വീണ് തലയൊക്കെ പൊട്ടി 10, 15, 16 സ്റ്റിച്ചൊക്കെ ഇട്ട് നടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെ ഒരു അണ്ണൻ ഉണ്ടായിരുന്നു. അണ്ണൻ ഇപ്പം മരിച്ചിട്ട് 1 വർഷം ആവുന്നു. ഈ അമ്മയുടെയും ഹസ്ബൻഡ് മരിച്ചിട്ട് 1 വർഷം ആവുന്നു. ഇതുവരെയും അവരെയൊക്കെ ഞങ്ങൾ കസേരയിലും പായിലൊക്കെ കെട്ടി ചുമന്നാണ് റോഡിൽ വരെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പറയുന്നത് മെമ്പർക്കും ബാക്കിയുള്ള പഞ്ചായത്തിലെ ആയാലും മറ്റുള്ള ഉദ്യോഗസ്ഥർക്കായാലും ഞങ്ങൾ പറയുമ്പം അവർ ഞങ്ങളെ കളിയാക്കുക ചെയ്യുന്നത്. കഴിഞ്ഞൊരു ദിവസം
പിന്നെ കക്കൂസ് മാലിന്യം കൊണ്ടിട്ടതിനെക്കുറിച്ച് ഞങ്ങളൊരു വെറുതെ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊന്ന് പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മെയിൻ റോഡില്ല, അവിടെ കണ്ട റോഡില്ലേ, ആ റോഡിൽ വെള്ളം കയറി കിടന്നപ്പോൾ വെള്ളത്തിനകത്ത് കൊണ്ടിട്ട് 4-5 പ്രാവശ്യം അവരത് ചെയ്തു. അപ്പോഴും നമ്മൾ പറഞ്ഞൊരു ക്യാമറ വെക്കാൻ പറഞ്ഞിട്ട് പോലും അവർ ചെയ്തില്ല. അതിനുശേഷം പഞ്ചായത്ത് മെമ്പറോട് പരാതി പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, MLA പരാതി പറഞ്ഞു, MP പരാതി പറഞ്ഞു. ഇനി ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇവിടുന്ന് എന്തെങ്കിലും ഒരു വണ്ടി വരണമല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇവിടുന്ന് ഓട്ടോക്കാരും വരത്തില്ല. അതേപോലെ കിടക്കും റോഡ്. ഈ മെയിൻ റോഡിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ ഭാഗത്തേക്ക്? 1 കിലോമീറ്ററോളം ഉണ്ടല്ലേ? ഒന്നൊന്നുമല്ല, അതിൽ തോനെയുണ്ട്. ഇത്രയും ദൂരം വരേണ്ടടുത്ത് ഒരു നല്ലൊരു ഓട്ടോറിക്ഷ കയറി വരാൻ പറ്റില്ല. പോച്ചടിക്ക് മൊത്തം കഞ്ഞി പൊങ്ങിയിരിക്കും, പാറ പൊങ്ങിയിരിക്കും, വരുന്ന വണ്ടിയൊക്കെ ബൈക്കൊക്കെ അത് മറിയോ അങ്ങ്. അവർ പറയുന്നത് ഞങ്ങൾ പിന്നെ പാവത്തങ്ങൾ ഒരു ഓട്ടോ എടുത്തോണ്ട് നിങ്ങളെ കൊണ്ടുപോകാൻ വരും, ആശുപത്രി പാനായിരിക്കും. പക്ഷേ ഞങ്ങൾ പിന്നെ പിറ്റേന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിടണം ഞങ്ങളുടെ വണ്ടി, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നാൽ. അവരങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ വിളിക്കുമ്പോൾ. പിന്നെന്തോ ചെയ്യും? സുഖമില്ലാതൊക്കെ കിടന്ന സമയത്ത് ഞങ്ങൾ കസേരയിലൊക്കെ ഇരുത്തിയാണ് ഞങ്ങൾ അങ്ങോട്ട് വല്യച്ഛനട ഭാഗത്ത് കൊണ്ടുപോകുന്നത്. വെള്ളം കയറി വെള്ളത്തിൽ കൂടെ ഒക്കെ എങ്ങനെ കൊണ്ടുപോകും? ഒരു ബൈക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല, അതിൻ്റെ ടയർ എന്നും അങ്ങ് പഞ്ചറാണ്, എന്നും കേടായി കിടക്കും. ഇത് പണിതിട്ട് ഈ സൈഡ് വോൾ കെട്ടിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പൊ 1 വർഷമായി. 1 വർഷമല്ല, 1.5 വർഷം കൂടുതലായി. പകുതി വരെ ഇവിടെ പണിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ എന്തോന്നു അന്ന് തിരക്കി ഇത് കൂടുതലും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാർ താമസിക്കുന്ന മേഖലയല്ലേ, അതുകൊണ്ടാണ് ഒരു അവഗണന. നന്ദിയില്ലാത്തവരാണെന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ പറയുന്നത്. ഞങ്ങൾ എങ്ങനെ നന്ദി കാണിക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് നന്ദി ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇനി എങ്ങനെയാണ് ഈ വാർഡ് മെമ്പറോട് നന്ദി കാണിക്കേണ്ടത്? ഇവിടുത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചെന്ന് പറയുമ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുന്നത് മുണ്ടാപ്പാടുത്ത ആൾക്കാരില്ലേ, അവർക്ക് നന്ദിയില്ലാത്തവരാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഈ ദുരന്തത്തിൽ കിടക്കുന്നത്? ഞങ്ങൾ എങ്ങനെ നന്ദി കാണിക്കണമെന്ന് പറ. ഞങ്ങൾ വോട്ടിന് വരുമ്പോൾ മാത്രം സാരിയും പൊക്കി കാലും പൊക്കി കയ്യും പൊക്കി ഇങ്ങോട്ട് വന്ന് വോട്ട് ചോദിക്കും. അത് കഴിഞ്ഞ് ഒറ്റ ഒരു പരാതി പറയാൻ പോലും വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല, ഇങ്ങോട്ട് കയറത്തുമില്ല. വെള്ളത്തിൽ ആരും വരുത്തില്ല. വോട്ട് സമയമാകുമ്പോ എല്ലാവരും വീടാന്തോറും എത്ര വെള്ളമായാലും അവർ കയറി ഇറങ്ങി നോക്കും. 35 വീടായപ്പോ എത്ര വോട്ട് കാണും? ഒരു കുടുംബമായിട്ട് താമസിക്കുന്നവരുണ്ട്. പിന്നെന്തുവാ, 200 കൂടുതലുണ്ട്. കാര്യം കുടുംബമായിട്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടെ താമസിക്കുന്ന വീടുകളുണ്ട്. അല്ലാതെ മക്കളും മരുമക്കളും എല്ലാവരും കൂടെ താമസിക്കുന്ന വീടുകളുണ്ട്. അല്ലാതെ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ താമസിക്കുന്ന വീടുകൾ. അങ്ങനെ ആകുമ്പോൾ എത്രയോ അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളെല്ലാം ഇവിടെ ഉള്ളതാ. ഈ വോട്ട് മാത്രം മതി അവർക്ക്. ഇത് മഴവെള്ളമാണ് ഇവിടെ കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത്. മഴവെള്ളം വടക്ക് തോട് പൊട്ടിക്കിടക്കുക, ആ തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് മറിയുക. ഇവിടെ കലങ്ങിട്ടെങ്കിലേ ഈ വെള്ളം അങ്ങോട്ട് പോകത്തുള്ളൂ. ഇല്ല, ഓട ഇല്ലാതാ പണി വെച്ചത്. 300 മീറ്ററിന് മുകളിൽ കാണും ഈ റോഡ്. അവിടെ നിന്ന് ഇങ്ങേറ്റം വരെ 300 മീറ്റർ അല്ലെങ്കിലേ ഉള്ളൂ. അവിടുന്ന് ഇങ്ങേറ്റം വരെയുള്ള റോഡ് ഓട ഇല്ലാതെ കേട്ടോ. പക്ഷെ അത്രയും ഉണ്ട്. പക്ഷേ ആ റോഡിന് ഓടയില്ലാത്ത ഒരിടത്തെങ്കിലും ഒന്ന് നോക്കുക, എവിടെയെങ്കിലും. പാറ നിരത്തി ഒരു മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഒരു വഴി മണ്ണൊന്നും ഇട്ടിട്ടില്ലെന്ന്, കോറി വേസ്റ്റ് മാത്രമാണ് ഇട്ടേക്കുന്നത്. സാധാരണ ഇങ്ങനെയാണോ റോഡ് വരുന്നത്? ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളോട് കളിയാക്കുന്ന രീതി വർത്താനം പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരൊറ്റ പോസ്റ്റ് ഇട്ടതിന്റെ പേര് പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുക മെമ്പർ ചെയ്തത്. അതെന്താ സംഭവം? അത് ഈ റോഡിന്റെ അവസ്ഥ പറഞ്ഞ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ഒരു കല്യാണ വീട്ടിൽ വെച്ച് മെമ്പർ എന്നെ അധിക്ഷേപിക്കുക ചെയ്തത്. ഈ മലമാലിന്യം ഒഴുക്കി എന്ന് പറഞ്ഞില്ലേ, ആ സംഭവത്തോട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പോസ്റ്റ് ഇട്ടത്, വീഡിയോ ചെയ്തത്. അത് ഇത്രയും 10-35 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയെ കൊണ്ട് ഇത് ഒഴുക്കിയിട്ട് ഇത് ചോദിക്കാനും പറയാനോട് ആരും വല്യച്ഛനട ആ റോഡും കൂടെ അങ്ങോട്ട് പോകുന്നത്. അതിലേ ഉള്ള ആൾക്കാർ ഈ വെള്ളത്തിൽ കൂടെ ഈ മാലിന്യം കൊണ്ടിട്ട് ആ വെള്ളത്തിൽ കിടന്ന് ഓളം തള്ളുക, എണ്ണമയം പോലെ. അതിന്റെ പുറത്തുകൂടെ ഈ ആളുകളെല്ലാം പോവുകയും വരികയും കടയിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കടയിൽ പോകാതിരിക്കാനൊക്കത്തില്ലല്ലോ. ഞങ്ങൾ ഇത്രയും പേര് പഞ്ചായത്തിൽ ചെന്ന് പരാതി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 2 പ്രാവശ്യം കൊണ്ടുവന്ന് മെമ്പർ വന്നിട്ട് അവിടെ വന്ന് പറഞ്ഞു പറയാ, അങ്ങനെ റോഡിൽ കൊണ്ട് തട്ടാതെ അവിടെ തോടില്ലേ, തോട്ടിൽ കൊണ്ട് തട്ടാൻ പറ്റും. തോട്ടിൽ മലമാലിന്യം തട്ടി വീണ്ടും ഇങ്ങോട്ട് വരില്ലേ? അങ്ങനെയുള്ള ഒരു മെമ്പറാണ് ഞങ്ങളുടെ മെമ്പർ. എങ്ങനെ നിക്ഷേപിക്കുന്നത്?
ക്യാമറ വെക്കാൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ക്യാമറ വെക്കാനെ പറഞ്ഞ് ക്ഷേത്രത്തിന് മുന്നിൽ കൊണ്ടുവച്ചാൽ എന്നിട്ട് ആ ക്യാമറ വെച്ചത് പോലും അത് എവിടെ കൊണ്ടുപോയെന്ന് പോലും അറിയാൻ പറ്റും. കൊണ്ടുവച്ചത് അങ്ങ് എടുത്തോണ്ട് വന്ന് തന്നെ അങ്ങ് അവരങ്ങ് എടുത്തോണ്ട് പോയി. അത് എവിടെ കൊണ്ടുവച്ചെന്ന് പോലും അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് രാത്രി ഇവിടേക്ക് വരണം, മെയിൻ റോഡിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെട്ടം വിളിച്ചൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് ലൈറ്റ് അല്ലാതെ ഇരുട്ടത്ത് ഞങ്ങൾ വരണം. പന്നിയുടെ ശല്യമുണ്ട്, പട്ടിശല്യമുണ്ട്, പാമ്പിൻ്റെ ശല്യമുണ്ട്. ഞങ്ങൾ കുറേ ആളുകൾ ഇവിടെ കിടക്കുന്നു, ചത്ത് ജീവിച്ചോന്ന് പോലും അവർക്കായിരിക്കും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം വരുമ്പോൾ നമ്മൾ മതി, അല്ലാതുള്ള കാര്യത്തിനൊന്നും അവർക്ക് ഇവിടെ ഇപ്പൊ ഈ ഓരോ ഇപ്പൊ 25 വർഷത്തെ ഒരു കണക്ക് പറഞ്ഞല്ലോ ഈ വഴി വന്നിട്ട്. ഈ 25 വർഷത്തിനകത്ത് 5 തവണ ഇലക്ഷൻ നടന്നിട്ടുണ്ട് അല്ലേ? പല പാർട്ടിക്കാരും കയറിയിട്ടുണ്ട്. BJP-ക്കാർ കയറിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ കയറിയിട്ടുണ്ട്, ഇടതുപക്ഷക്കാർ കയറിയിട്ടുണ്ട്, എല്ലാവരും കയറിയിട്ടുണ്ട്. പക്ഷെ ആരെ കൊണ്ട് അവർ കയറുന്നതിന് മുമ്പേ പറയും നിങ്ങൾക്ക് ഞങ്ങളങ്ങ് കയറി കഴിയുമ്പോൾ ഉടനെ അങ്ങ് തരാമെന്ന് പറയും. പക്ഷേ വാക്കാലെ MLA ഒരു പ്രസംഗത്തിൽ കൂടെ പറഞ്ഞ് ഈ റോഡിന് വേണ്ടി ഞാൻ എന്നെ കഴിയുന്ന സഹായം ചെയ്യുന്നു, ആദ്യമേ ചെയ്ത്. ഇപ്പം 15 ലക്ഷം രൂപ MLA-യുടെ ഫണ്ടിൽ നിന്ന് ഇപ്പോഴും അനുവദിച്ചിട്ടേപ്പോൾ ഉണ്ട്. പക്ഷെ ഇതുവരെ ഇവർ ചെയ്തിട്ടില്ല. കോവൂക്കുഞ്ഞ് അപ്പോൾ MLA ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇവർ പണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എല്ലായിടവും റോഡ് വൃത്തിയാക്കി. ഈ പട്ടിക്കാട് അവർക്ക് ഇനി ഇറങ്ങാൻ തുച്ഛമായ ദിവസമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരുമോ? തരത്തില്ല. ഞങ്ങളെന്നും കൊന്ന് ഈ പട്ടിക്കാട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കണം എന്നുള്ള തീരുമാനമായിരിക്കും. ഞങ്ങളെ അങ്ങ് പുറന്തള്ളി ഇട്ടേക്കുമായിരിക്കും, നമുക്കറിയത്തില്ല. അതിനെപ്പറ്റി ഒന്നും നമുക്കറിയാൻ വയ്യ. ഇത് ശരിക്കും ബലമുള്ള രീതിയിലാണ്. ബലമൊന്നുമില്ല. സൈഡുകൾ പാറയൊക്കെ ഇവിടെ ഇളകിപ്പോ എല്ലാം എടുത്താലും ഞങ്ങൾ തന്നെ അടുത്ത് വെച്ച് ഫില്ല് ചെയ്തേക്കുക. നിങ്ങളുടെ പുറകിൽ ഒരു വീട് കാണുന്നില്ലേ? ആ വീട്ടിൽ ഏത് ഭാഗം വരെ വെള്ളം കയറും? ഒരാൾ മൊത്തത്തിൽ വെള്ളം കയറും, വരയ്ക്കകത്തൊക്കെ വെള്ളം കയറും. ആ വീട്ടിൽ ഇതിനകത്ത് എല്ലാം വെള്ളം കയറും വരയ്ക്കകത്ത്. ഭിത്തിയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള സൈഡുകൾ ഇവിടെയൊക്കെ ഞങ്ങൾ പിന്നെ പാറക്കല്ല് പറക്കി വെച്ചിരിക്കുക, എല്ലാം ഇളകി വീണതാ. അവിടെ പിന്നെ വലിയ പോസ്റ്റ് ഉണ്ടോ അവിടെ മൊത്തത്തിൽ ഇടിഞ്ഞു പോയിരിക്കുക സൈഡ് വാള്. പിന്നെ ഇഴയന്തുക്കളുടെ ശല്യമാണ്. ഈ സൈഡ് വാളൊന്നും വെച്ചേക്കുന്ന സിമെന്റ് പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, പരീക്ഷയായിരിക്കും. ഇവിടെ എല്ലാം അങ്ങേലും ഞങ്ങൾക്കും ഒക്കെ ഉണ്ട്, എനിക്കും ഉണ്ട് എൻ്റെ കൊച്ചുമക്കള്. എല്ലാവരും ഇവിടെ എല്ലാം ഓടി നടക്കുന്ന പിള്ളേരാ. എന്തോ ഈ നമ്മളിപ്പോൾ എന്തോ ഈ വിധിയെ ഇപ്പൊ ഈ മലമാലിന്യം തള്ളി എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും നടപടി എടുക്കുകയോ? ഒറ്റ നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ ഇടയ്ക്ക് വെച്ചൊരു മീറ്റിംഗ് പഞ്ചായത്ത് വാർഡ് DYFIയുടെ ആണോ എനിക്കറിയത്തില്ല. ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. പരാതി കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ഇത് വ്യക്തിപരമായിട്ട് നമ്മൾ പങ്കെടുക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ടാണ്. നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ വരുമ്പോഴും നമ്മൾ ഓരോരുത്തരെയും കൂടെ നിൽക്കുന്നതിനെക്കാട്ടിലും അന്തസ്സ് നമ്മൾ നേരെ നിന്ന് സംസാരിക്കുക. അവർ ചെയ്തു തരാമെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ തിരിഞ്ഞ് ഇങ്ങോട്ട് കയറത്തില്ല. അന്ന് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ വഴിക്ക് വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ, കാരണം അവർക്ക് ചെളിയെ ചവിട്ടാൻ വയ്യ. അവരവിടെ കൂടിയിട്ട് അങ്ങ് പോയി. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അധികാരികൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ നിങ്ങളുടെ ദുരവസ്ഥ? ഇവിടെ ഒരു അധികാരികളും വന്നിട്ടില്ല. ഇപ്പം ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന പ്രധാന വഴിയാണ്, ഒറ്റ വഴിയാണ്, ഈ കാട്ടിനകത്തൂടെ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അധികാരികൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വിഷമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പഞ്ചായത്ത് നിങ്ങളോട് വോട്ട് ചെയ്ത് ഏൽപ്പിച്ചതല്ലേ? നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അവർ ആ പൈസ അനുവദിച്ചെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ചെയ്യാം എന്ന് പറയുന്നില്ല. ഇത് ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടൊരു പാമ്പ് കടിച്ച് അല്ലെങ്കിൽ ഒരു കുഴിയിൽ വീണ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഇവരെല്ലാം വരും അല്ലേ? അതെന്തായാലും വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് മെമ്പർ എന്ന നിലയിലും ആരായാലും വരും. അന്നേരം മെമ്പറും പോലീസും MLA ഒക്കെ വരും അല്ലേ? വരും. അന്നേരം നിങ്ങൾക്ക് ഇവിടെ വഴിയുണ്ടാവും. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ആരെങ്കിലും മരിക്കേണ്ടി വരുമോ? അതായത് ഇത് ഒരു അപകടം ഉണ്ടാകാതെ അത് സംരക്ഷിക്കേണ്ടതിന് പകരം ഇപ്പോഴും യാതൊരു നടപടിയെടുക്കാതെ ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നേരിട്ട് കാണുന്നത്. ഇവിടുത്തെ അധികാരിവർഗ്ഗങ്ങൾ MLA-യും MP-യും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ അടിയന്തരമായി ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണം. കാരണം നടവഴിയായിട്ട് മാത്രം കിടക്കുകയാണ്. വീതിയേറിയ ഒരു വഴി പണിഞ്ഞിട്ടിട്ട് അവിടെ മൊത്തം നശിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് പാറക്കെട്ടുകൾ ഇടിഞ്ഞ് നാശമായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 35ഓളം കുടുംബങ്ങൾ അങ്ങേയറ്റം ഇവരെ ആരെയൊക്കെ കാണാമോ, സംസാരിക്കാമോ, അപേക്ഷ കൊടുക്കാമോ, കാല് പിടിക്കാമോ അങ്ങ് അറ്റെത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഈ അമ്മമാരുടെ ഈ വിഷമത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എത്രയാണ് ഞാൻ MLA-യുടെ അടുക്കൽ പോയി പറഞ്ഞ ഈ ഫണ്ട് അനുവദിച്ചതെന്നറിയാമോ? അവിടെ ബുക്കിനകത്ത് എഴുതിയിട്ടേപ്പുണ്ട്. ഞാൻ ഒരുപാട് തവണ എൻ്റെ അണ്ണനെയും കൊണ്ട് പോയിട്ട് വന്ന് വിഷമിച്ച് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ MLA ഈ ഫണ്ട് അനുവദിച്ചു. എന്നിട്ട് അതിന് വരെ പാർട്ടിയുടെ പേരാണ് പറഞ്ഞത്.
പാർട്ടി നോക്കിയല്ല ഞങ്ങൾ ഒരു നാട്ടുകാരായതുകൊണ്ട് എൻ്റെ പരാതി പറഞ്ഞപ്പോൾ കേട്ട് എൻ്റെ അണ്ണനെ ഇവിടെ വന്ന് കണ്ട് സുഖമില്ലാതെ എടുത്തുകൊണ്ട് പോകുന്ന രംഗം വരെ ഞാൻ ഫോണിനകത്ത് കൊണ്ടുവന്ന് കാണിച്ചു. അങ്ങനെ ഇവിടെ പണ്ട് അനുവദിച്ചത്. പണ്ട് അനുവദിച്ചാൽ ഇത്ര അവർ ആക്കി വെച്ചെങ്കിലും ഒരു ഫലവുമില്ല. പിന്നെ തീരെ മഴയായപ്പോൾ അണ്ണനെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അണ്ണൻ അസുഖം കൂടി. ഞാൻ ആടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു, ഈ വെള്ളത്തിൽ കൂടെ എങ്ങനെ എടുത്തുകൊണ്ട് പോകും, നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ ആ അണ്ണൻ കൊടുത്ത വെള്ളം കവിട്ടി മരിച്ചു. 14 കൊല്ലം കൊണ്ട് സുഖമില്ലാതെ കിടന്ന ആളെ ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകുന്ന എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അവരവർക്ക് വരുമ്പോഴേ അവരവർ മനസ്സിലാക്കത്തുള്ളൂ. അതുപോലെ ഇവിടെ മറ്റൊരാൾ വയ്യാതെ കിടന്ന് ഒരു വയസ്സ് എന്നൊരു അച്ഛൻ കിടന്ന് അങ്ങനെയൊക്കെ അങ്ങേലെ അച്ഛൻ കിടന്ന് അവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ. അവർക്കൊക്കെ അന്നേരം പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പെട്ടെന്ന് ആശുപത്രി ഒരു അസുഖം വന്നാൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഓരോരുത്തരും പെട്ടെന്ന് എന്നാൽ ചോദിക്കും ദൈവം ആയുസ് എടുക്കുമെന്ന് മരിച്ചതെന്ന്, അങ്ങനെ ആയുസ് അറ്റുപോയെന്ന് പറയാം. എന്നാലും നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കടമകളൊന്നും ഇതുവരെയും ചെയ്തു തന്നിട്ടില്ല. പല രീതിയിലും ഞങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങൾ വിളിക്കും എന്തെങ്കിലും കാരണത്തിൽ നമ്മുടെ മെമ്പറിനെ അല്ല വിളിക്കാനൊക്കെ വിളിച്ച് എന്തെങ്കിലും എപ്പോഴും പറയുന്ന പരാതികളാണ്. അന്നേരം അവർ വിചാരിക്കുന്ന അവരെ കളിയാക്കുക, അല്ലെങ്കിൽ അവരെ നമ്മൾ ഇരിക്കുക. അവരത് മനസ്സിലാക്കണം. ഇവിടെ എന്തിനാ, ഇവിടെ അങ്ങ് വിൽക്ക്, ടൗണേറിൽ പോയി താമസിക്ക്, ഇവിടെ വെള്ളം കയറി, നിങ്ങൾക്ക് വേറെ വലിയ ടൗണേറി തിരുവനന്തപുരം ജില്ലയിലെല്ലാം വെള്ളം കയറി കിടക്കുന്നു. അപ്പം പിന്നെ ഇവിടുത്തെ പരാതിയാണെന്ന് പറയുന്നത്. അപ്പം അവരെ എവിടെ മാറ്റും? പ്രധാനമായിട്ട് ഇവിടെ ഒരു ഓട നിർമ്മിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ പഞ്ചായത്ത് മെമ്പറും അധികാരികളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ല, ഇവിടെ ഈ റോഡിന് അനുപാതമായി ഓട നിർമ്മിച്ച് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഈ 35 കുടുംബങ്ങൾക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാം. മാനത്തൊരു മഴവില്ല് കണ്ടാൽ, ഒരു കാർമേഘം കണ്ടാൽ ഇവരുടെ ഉള്ളിൽ തീയാണ്. ഈ കുഞ്ഞുങ്ങളെ എടുത്ത് രാത്രി എങ്ങോട്ടാണ് ഓടുന്നത്? വളരെ സങ്കടകരമായ കാഴ്ചയാണ്. അടിയന്തരമായ നടപടികൾ ഉണ്ടാവണം. ഇനി എന്താണ് ഇതിങ്ങനെ ഇട്ടിരുന്ന നിങ്ങൾക്ക് ഇനി എന്താ അടുത്ത വഴി എന്താ എല്ലാം ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല ആലോചിക്കാൻ. 15 വർഷം 2018 പ്രളയം വന്ന സമയത്ത് ശിവപ്രസാദ് എന്ന് പറഞ്ഞൊരു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് കണ്ടിട്ട് അന്ന് ഞങ്ങളോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്കൊരു പദ്ധതി, ഒരു സ്കീം ഉണ്ടാക്കി തരാം, നിങ്ങളെല്ലാവരെയും കൂടെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്കീം ഉണ്ടാക്കി തരാം, നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഈ ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. അതിന് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ആ മെമ്പർ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കുറച്ച് പേര് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ പോയി. കുറേ വീടുകളൊക്കെ പൊളിഞ്ഞടപ്പുണ്ടല്ലോ, അവർ വിറ്റിട്ട് പോയി. കാരണം ഇവിടെ നിൽക്കാൻ അവർക്ക് നിവൃത്തിയില്ല. അവർ വന്നാൽ സുഖമില്ലാത്ത ആൾക്കാരാണ്. വാടകയ്ക്ക് മാറിപ്പോയി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ഓട നിർമ്മിച്ച് സേവ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണിത്. അത്ര താഴ്ന്ന പ്രദേശം വല്ലതും ആണോ ഇത്? പിന്നെ ഇത് താഴ്ന്ന പ്രദേശമല്ലേ? വയൽ പുഞ്ചപ്പാടമാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പുറത്ത് കാണുന്നത് ഓടയാണ്. ആ തോടാണ്. ആ തോട് അങ്ങോട്ടാണ് പോകുന്നത്. അത് നല്ല ഒഴുക്കുള്ളതാണ്. പക്ഷെ ആ തോടിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് വെള്ളം കരകവിഞ്ഞൊഴുകുക. പിന്നെ ഇതൊഴിഞ്ഞ് എങ്ങോട്ടും പോകാനില്ലാത്തത് കൊണ്ട് ഇങ്ങനെ. ഇപ്പോൾ ഒരു 15 വർഷത്തിന് മുമ്പ് ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റിലെ ആൾക്കാരെല്ലാം കൂടെ ചെറു വെള്ള പേപ്പറിനകത്ത് നിവേദനം എഴുതി MP പതാരത്ത് വന്നപ്പം നിവേദനം കൊടുത്തു. നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. MP അത് മേടിച്ചു, ചുട്ടിക്കുട്ടി കളഞ്ഞു. അതൊന്നും നോക്കുക പോലും ചെയ്യാതെയാണ് ആ മനുഷ്യനത് ചെയ്തത്. ഇവരെയൊക്കെ പിന്നെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇനി എന്താണ് ഇവിടുത്തെ ജനങ്ങൾ അവരോട്? അത് ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റുകാർ ചെയ്തതാണ്. അന്ന് ഞാനാണ് സെക്രട്ടറി, നിഷ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് പ്രസിഡന്റ്. ഞങ്ങൾ രണ്ടുപേരൂടെയാണ് അന്ന് പോയത്. ഈ റോഡിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ പോയത്. അപ്പോഴാണ് അദ്ദേഹം അത് വാങ്ങിച്ച് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പുള്ളി അത് ചെയ്യുന്നത്. ഒരുപാട് വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന നാടാണ് ശൂരനാട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള സ്ഥലം. പക്ഷേ ഇവിടെ ഈ സാധു സ്ത്രീകൾ, ഈ വീട്ടമ്മമാർ കണ്ണീരും കരച്ചിലുമായി നിൽക്കുന്നത് അവരുടെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണടച്ചിരുട്ടാക്കി ഇങ്ങനെ ഇരിക്കരുത്. എത്രയും വേഗം ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണം. ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഇങ്ങനെ ആയിരിക്കില്ല ഇവർ മറുപടി പറയുന്നതെന്നുള്ളത്. ഇനിയും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇവരുടെ മറുപടി എന്നുള്ളത് ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വലിയ ദുരന്തത്തിലേക്ക് ഈ നാട് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. 35ഓളം കുടുംബങ്ങളാണ് ഇന്ന് ഈ ദുരന്തത്തിൽ കഴിയുന്നത്. എത്രയും വേഗം ഇതിന് നടപടി ഉണ്ടാവണം.